ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിച്ച് തലയുരാനാവാതെ ആകെ കീറാമുട്ടിയായി അവസാനം എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ സഹായത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ എത്തിയിരിക്കുന്നു. ട്രംപിന്റെ ചൈന സന്ദർശനം ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും ഏറെ നിർണായകമാണ്. ഈ സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, ഗ്ലോബൽ സെക്യൂരിറ്റി, ടെക്നോളജി എന്നൊക്കെയാണ് പുറത്തു പറയുന്നത്. അതിനായി വ്യവസായ പ്രമുഖരായ ടെസ്ലയുടെ ഇലോൺ മസ്ക്, ആപ്പിളിന്റെ ടീം കുക്ക്, എൻവിഡിയയുടെ ജെൻസൺ ഹുവാങ് തുടങ്ങിയ വ്യവസായ പ്രമുഖരെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ആകെ പുലിവാലിലായ ഇറാന്റെ ഹോർമൂസ് കടലിടുക്ക് പ്രശ്നം പരിഹരിക്കുന്നതിന് ചൈനയെ ഇടപെടിക്കലാണ് യഥാർത്ഥ ലക്ഷ്യം. അതോടൊപ്പം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സെൻസിറ്റീവായ വിഷയമായ തൈവാന് അമേരിക്ക നൽകുന്ന ആയുധ സഹായത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പരിഹരിക്കുക കൂടിയുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷം നീണ്ടു നിൽക്കുന്നത് അമേരിക്കയ്ക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ വെല്ലുവിളിയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചതോടെ ആഗോള എണ്ണ വിതരണത്തിൽ വലിയ കുറവുണ്ടായി. ഇത് അമേരിക്കയിലെ പെട്രോൾ വില ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഇന്ധനവില കൂടുന്നത് ചരക്ക് നീക്കത്തിന്റെ ചിലവ് വർദ്ധിപ്പിക്കും. തന്മൂലമുണ്ടാകുന്ന വിലക്കയറ്റം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് നയിക്കും. ചൈനയും ഇന്ത്യയും അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള എണ്ണക്കടത്ത് തടസ്സപ്പെടുന്നത് അമേരിക്കയുടെ ആഗോള വ്യാപാര ബന്ധങ്ങളെയും കാര്യമായി ബാധിക്കുന്നു. യുദ്ധം അമേരിക്കയ്ക്ക് കൂടുതൽ സൈനിക നാശമുണ്ടാക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ ഇസ്രയേലിനും വലിയ തോതിൽ ആയുധങ്ങൾ നൽകേണ്ടി വരുന്നത് അമേരിക്കയുടെ പ്രതിരോധ ശേഖരത്തെ കാര്യമായിട്ട് ബാധിക്കും. അമേരിക്കയിൽ വരാനിരിക്കുന്ന നിർണായകമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളെ ഈ യുദ്ധം ബാധിക്കും. മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വീഴും. മിഡിൽ ഈസ്റ്റ് മേഖലയെ പൂർണ്ണമായും അത് അസ്ഥിരപ്പെടുത്തും. ചുരുക്കത്തിൽ യുദ്ധം കൊണ്ട് വിഷമവൃത്തത്തിലായ അമേരിക്ക ഇറാനുമായി അടുത്ത ബന്ധമുള്ള ചൈനയെ സമീപിച്ചിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴി തേടിയാണ്. പറഞ്ഞു വന്നത്, ലോക മുതലാളിത്തം പ്രശ്നപരിഹാരത്തിനായി ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ തലവനെ തേടി എത്തിയിരിക്കുന്നു.